So good morning, students. Good morning, students. അപ്പോൾ നമ്മൾ ഈ വളരെ ലാസ്റ്റ് യൂണിറ്റ് കാര്യം സമയം ഇല്ല. അപ്പോൾ യൂണിറ്റ് 3 ആണ് ഞാൻ എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു യൂണിറ്റ് 3യും യൂണിറ്റ് 4 യൂണിറ്റ് 5 ഈ 3 യൂണിറ്റ് പ്രോബ്ലംസ് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു പ്രോബ്ലം എങ്ങനെയും ചോദിക്കും. ആ ഒരു പ്രോബ്ലം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. തേർഡ് യൂണിറ്റ് പഠിക്കണമെങ്കിൽ സെക്കൻഡ് യൂണിറ്റ് എന്താണ് ഏജന്റ് എന്താണെന്ന് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏജന്റിന്റെ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ സമയവും ഇല്ല. എനിക്ക് റിവിഷൻ ക്ലാസ് കഴിഞ്ഞാൽ അതോട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തേർഡ് യൂണിറ്റിന്റെ ഒരു 4-5 സെഷനോട് തീർക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് 1 മണിക്കൂർ വെച്ചിട്ട് എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നിങ്ങളത് എങ്ങനെയും സഹകരിക്കണം. അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് എന്തായാലും വരും, എനിക്കറിയാം. പക്ഷെ ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിൽ സിലബസ് പറയുന്നത് എന്താ പറയുക, പ്രോബ്ലം സോൾവിങ്, അഡ്വേഴ്സ് സെർച്ച്, അതിൽ തന്നെ ഗെയിംസ് എന്താണ്, ഓപ്പൺ ഡിസിഷൻ ഗെയിംസ് എന്താണ്, മിൻമാക്സ് അൽഗോരിതം, ആൽഫബറ്റ് ക്ലോണിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പിന്നെ കൺസ്ട്രെയിൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ മുതലായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് സെഷൻ വരെ. ഈ ഒരു സെഷൻ ആൽഫബറ്റ് ക്ലോണിംഗ് വരെ ചെയ്യാനുള്ള പ്ലാനാണ്. പിന്നെ ബാക്കിയുള്ള സെഷനുകൾ ഇത്രയും തീർക്കാൻ വേണ്ടിയിട്ടാണ്, 2 സെഷനോട് തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. കാരണം ഒന്നാം സമയമില്ല, പിന്നെ നിങ്ങൾക്ക് വീഡിയോ അധികം നേരം നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും അത് ഞാൻ തിരക്ക് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് അവിടെ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഓക്കെയാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് സമയം വൈകാതെ, ഒട്ടും സമയം വൈകാതെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ ആദ്യം അഡ്വേഴ്സ് സെർച്ച്. ഇതൊന്നുമില്ല, ഞാൻ ഈ സ്ലൈഡ് വായിക്കുന്നില്ല. അഡ്വേഴ്സ് സെർച്ച് എന്നാൽ അതായത് ഞാൻ ഒരു ചെസ് കളിച്ചിട്ടില്ല, അപ്പൊ എനിക്കൊരു ഒപ്പോണന്റ് ഉണ്ടാവും അല്ലെ. പക്ഷെ ഇപ്പൊ ഏത് ഗെയിം നോക്കുന്നു, ഇപ്പൊ എന്റെ ലക്ഷ്യം എന്താ, എനിക്ക് എങ്ങനെയും അവൻ തോൽപ്പിക്കണം. അതായത് ഞാൻ ജയിക്കാനാണ് നോക്കുക. പക്ഷെ എന്റെ വഴിയിൽ അവൻ ഒപ്പോണന്റാണ്, എന്റെ ഇനിമിയും വേണമെങ്കിൽ പറയാം. അത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഫുട്ബോൾ നോക്കണെങ്കിൽ എന്തായാലും ഒരു ടീം നന്നായി കളിക്കുന്നതാണ്. പക്ഷെ ഓപ്പോസിറ്റ് എതിര് വരുന്ന ടീം പ്ലെയർ എന്ത് ചെയ്യും, അവനെങ്ങനെയും ഇവനെ ഗോൾ അങ്ങനെ ഗോൾ അടിക്കാതെ നോക്കില്ല. അപ്പൊ അതാണ് അഡ്വേഴ്സസ്. ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് നിറവേറ്റാൻ വേണ്ടി ലക്ഷ്യത്തിലേക്ക് ഒരു മിനിറ്റ്. സോ അഡ്വേഴ്സ് സെർച്ച് ഇത്രയുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആ പ്ലാനിലേക്ക് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു ചെസ് കളിക്കണം. എനിക്കറിയാം ഏതൊക്കെ പോയിന്റ്സ് മൂവ് ചെയ്താണ് പെട്ടെന്ന് 4-5 മൂവിലൂടെ ആ രാജാവിനെ ഞാൻ കീഴടക്കാൻ പറ്റും. അതെതിരെ ഒപ്പോണന്റ് ടീമിന് എന്താ പറയുക, ഒപ്പോണൻസ്, അതായത് എനിക്ക് ഓപ്പോസിറ്റ് പ്ലെയറിനെ എങ്ങനെയും തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ അവന് നമ്മളെക്കാളും ബുദ്ധിമാനാണെങ്കിലും ഇവൻ എങ്ങനെയും 2 മൂവിലൂടെ അങ്ങനെ ചെക്ക് മേറ്റ് ആക്കാം എന്നാണ് ഇപ്പൊ എൻ്റെ വിചാരം. എന്താണ്, എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്, എൻ്റെ പ്ലാനിന് നടക്കാതിരിക്കാൻ വേറൊരു ഒപ്പോണന്റ് ഉണ്ട്. അതാ പറയുന്നത്, ഒരു ഏജന്റ് എൻ്റെ പ്ലാനിലുണ്ട്. ഒരു ഏജന്റ്, അതായത് ഞാനൊരു ഏജന്റ് ഉണ്ട്. എൻ്റെ ലക്ഷ്യത്തിലേക്ക് നിറവേറാൻ വേണ്ടി പല വഴികൾ പോകുന്നു. പക്ഷെ ആ വഴികളൊക്കെ എന്താണ്, തടയാൻ വേണ്ടി മറ്റൊരു ഏജന്റ്, അതർ ഏജൻസ്. ഞാൻ ഒരാളാണ്. പക്ഷെ ഇപ്പൊ പറയും നമ്മള് ബാസ്കറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടോ, ഞാനത് മറ്റേ എന്താണ് ബാസ്കറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരു 8 പേര് എത്രയോ പേര് എന്ത് ചെയ്യും, ഒരാളല്ലല്ലോ 4-5 പേരും കൂടി ആ ബോളിനെ കയ്യിൽ നിന്ന്
ഇറക്കും. നല്ല ബാസ്കറ്റ് ഇട്ടാൻ പറ്റില്ല എനിക്ക്. അപ്പൊ അതേ തന്നെയാണ് ഇവിടെ അഡ്വേഴ്സ് സെർച്ച്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ അഡ്വേഴ്സ് സെർച്ചിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗെയിംസ് ആണ്. ഈ അഡ്വേഴ്സ് സെർച്ചിൽ ഒരു എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗെയിംസ്. ഗെയിംസ് അറിയാൻ നമുക്കറിയാം ഒരു കോമ്പറ്റീറ്റീവ് എങ്ങനെയും ഒരാൾ വിന്നായിരിക്കും, മറ്റേ ആള് ഓട്ടോമാറ്റിക്കലി ലൂസർ ആയിരിക്കുമല്ലോ. അപ്പോ വിന്നറിന്റെ പ്ലാൻ എന്താ? വിന്നറിന്റെ ലക്ഷ്യം എന്താ? അയാളെ എങ്ങനെ തോൽപ്പിക്കണം. എന്റെ ആ പ്ലാൻ, അയാളുടെ പ്ലാൻ, അയാൾ എന്താ പ്ലാൻ ചെയ്യുക അതുപോലെ ചെയ്ത് അയാൾ വിൻ ചെയ്യാനും നോക്കും അല്ലെ. അതായത് ഒരു ഗോള് നിറവേറ്റുക, ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി അയാൾ മാക്സിമം വഴിയിലേക്ക് പോകും. അതെ, അതാണ് കോമ്പറ്റീഷൻ. ഒപ്പോണന്റും നമ്മൾ വിജയിക്കുമ്പോൾ ജയിക്കില്ലേ, അയാളും ലൂസർ ആകാൻ പാടില്ല, അയാളും വിജയിക്കും. അങ്ങനെ വിട്ട ശരിയല്ലല്ലോ എനിക്ക്. അപ്പൊ അതാണ് ഇവിടെ കോമ്പറ്റീവ് എൻവയൺമെന്റ്. അപ്പൊ ഗോൾസ് ആയിട്ട് എന്റെ ഗോളും ഞാനും എന്താ പറയാ ചെക്ക് മേറ്റ്, ഇപ്പൊ ചെസ് കളിക്കുന്നു, ഞാനും ഇവനെ ചെക്ക് മേറ്റ് ആക്കണം എന്നാണ് എന്റെ ലക്ഷ്യം. അവനെന്ത് ചെയ്യും? ഞാനും വിജയിച്ച പറ്റും, എന്നെ എന്ത് ചെയ്യും? എന്റെ രാജാവിനെ കീഴടക്കാനാണ് അവൻ പ്ലാൻ. ഞാൻ എന്ത് ചെയ്യും? അവന്റെ. പക്ഷെ ചെസ്സിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അറിയില്ലോ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ ആദ്യം കളിക്കുന്നത്, അതറിയില്ല. പക്ഷെ എങ്ങനെയായാലും ആദ്യം കളിക്കുന്നവർക്ക് ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കളിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്നു അതും പറയാൻ പറ്റില്ല. അതാണ് ഗെയിം, അതാണ് ഗെയിം. പക്ഷെ നമ്മൾ പ്ലാനിലൂടെ പോകണം. നമ്മളിപ്പോ അറിയാതെ തെറ്റിപ്പോയി അയ്യോ ചിന്തിക്കാതെ പെട്ടെന്നൊരു പോയിന്റ്സ് എടുത്തിട്ട് എന്താ പറയാ, ഇപ്പൊ പടയാളിയും വേറൊരു കോളത്തിലേക്ക് മൂവ് ചെയ്തു. പക്ഷെ ഇവനവിടെ ഈ ഒപ്പോണന്റിന്റെ പോയിന്റ്സ് അവിടെ ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ലൂസ്, എനിക്ക് പെനാൽറ്റി കിട്ടി, അവൻ വിജയിച്ചു ചെയ്തു. മീൻസ് അവൻ എന്നെ വിട്ടും എന്റെ ആ പോയിന്റ് നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. ഞാൻ ആദ്യം കളിക്കുമ്പോൾ ഞാൻ തന്നെ വിധനാവുന്നില്ല. സോ അതാണ് ഗെയിംസ് ക്യാൻ ബി ഇതിൽ പറയുന്നത്. അത് നമ്മൾ സെക്കൻഡ് മോഡിൽ ഞാൻ ഓൾറെഡി പഠിച്ചു. ഫുള്ളി ഒബ്സർവ്ഡ് എൻവയൺമെന്റ് ആൻഡ് പാർഷ്യൽ. ഫുള്ളി ഒബ്സർവബിൾ പറഞ്ഞാൽ നമുക്കറിയാം എന്തായാലും ചെസ്സിലൊക്കെ ആണെങ്കിൽ ഫുൾ ഒബ്സർവ്. പക്ഷെ നിങ്ങൾ കാർ റേസ് നോക്കണമെങ്കിൽ ഇപ്പൊ 8 പേര് ഒരേ കോളത്തിൽ ഒരേ റോല് നിൽക്കണം. റെഡി 1 2 3 സ്റ്റാർ അങ്ങനെ പോകും. പക്ഷെ 4 ലാപ്പുള്ള ഒരു റേസ് ആണെങ്കിലോ, ഞാനാണ് വിജയിക്കും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 1-ൽ നിൽക്കുന്ന ആളായിരിക്കും വിജയിക്കാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്തെങ്കിലും വഴി വെച്ച് കാർ മറിയാം, അല്ലെങ്കിൽ അവൻ എന്നെ ഓവർടേക്ക് ചെയ്യാം, പിന്നെ അടുത്ത ലാപ്പ് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് പാർഷ്യലി ഒബ്സർവ്ഡ് ആണ്. അപ്പോൾ പക്ഷേ ഫുള്ളി ഒബ്സർവ്ഡിൽ ഡിറ്റമിസ് ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മൾ ചെസ് ഞാൻ കളിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കറിയാം ഒന്നിനും ഞാൻ വിജയിക്കും, എനിക്ക് തോന്നുന്നു രണ്ടിലേലും ഒന്നിനെ നടക്കുള്ളൂ. പക്ഷെ പാർഷ്യലി ഒബ്സർവ്ഡിൽ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു എന്താ പറയാ, ഇതുവരെ ഞാൻ കളിയിൽ വിജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഗെയിമില് എന്നെക്കാളും നല്ല ചാമ്പ്യൻസ് ഉണ്ടാവും. അവരും ലാസ്റ്റ് 5 കളി വേൾഡ് അല്ലെ, ഇപ്പൊ ഇന്റർസ്റ്റേറ്റ് കളിയൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും എന്ന് അറിയില്ല. ഞാൻ ഡിസ്ട്രിക്റ്റിൽ ചാമ്പ്യനാണ് അല്ലെ, അവരും ഡിസ്ട്രിക്റ്റിൽ ഏതോ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ. പക്ഷെ ഇന്റർസ്റ്റേറ്റ് വന്നപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് സ്റ്റോക്കാസ്റ്റിക് ആണ്. 80% അല്ലെങ്കിൽ എന്താ പറയാ പ്രോബബിലിറ്റി ആണ്. 50-50 വിജയിക്കാം വിജയിക്കാതിരിക്കാം. അത് വി കനോട്ട് പ്രെഡിക്റ്റ് ഫുള്ളി. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ. എന്താ ഫുള്ളി പെർഫെക്റ്റ് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷൻ ആണ് പറയുന്നത്. ഇപ്പൊ രാജാവുണ്ട്, ഇപ്പൊ ചെസ്സിൽ കളിക്കുന്ന രാജാവുണ്ട്, ശൂനുണ്ട്, പിന്നെ കുതിരയുണ്ട്, ആനയുണ്ട് അല്ലെ, എല്ലാ പോയിന്റ്സ്, തേരുണ്ട്, രഥമുണ്ട്, പിന്നെ പടയാളുണ്ട്, ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇവരാരെയും ഒരാൾ മൂവ് ചെയ്ത് നമുക്ക് എന്തായാലും അയാളെ ചെക്ക്മേറ്റ് ആക്കാം അല്ലെ. സോ അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇവിടെ ഡിറ്റർമിനിസ്റ്റിക് ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഞാൻ ഫുള്ളി ഒബ്സർവ് ആണ്, ആ എൻവയറമെന്റ് കുറിച്ച് എനിക്കറിയാം. ഇപ്പൊ ഞാൻ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതവിടെ നമുക്ക് ഒബ്സർവ് ആണോ? ഫുള്ളി ഒബ്സർവ് ആണോ? അല്ല. ചിലപ്പോൾ അടുത്തെത്തുമ്പോഴായിരിക്കും അവിടെ സിഗ്നൽ ഉണ്ടാവും അറിയാം. ചിലപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് ആക്സിഡന്റ് ആയിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ചെസ്സിലേക്കാണെങ്കിൽ അതാണ് പറയുന്നത് ഇവിടെ ഡിറ്റർമിനിസ്റ്റിക്. ചെസ്, അത് ചെക്കേഴ്സ്, ഗോ, ഈ ഗെയിമിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും either we win or lose. എന്തായാലും ഞാൻ വിജയിക്കും,
അല്ലെങ്കിൽ ഞാൻ തോൽക്കും. അത് ഉറപ്പാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഡ്രോ ആവും എന്ന് വേണ്ട. ചെസ്സിലൊക്കെ എങ്ങനെയല്ലേ, രണ്ടുപേരും നല്ല, അവനും നമ്പർ 1 ചാമ്പ്യനാണ് ഏതൊരു ഡിസ്ട്രിക്റ്റില് അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റ്, ഞാനും ഏതൊരു സ്റ്റേറ്റ് നമ്പർ 1 ചാമ്പ്യനാണ്. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവെച്ചില്ല. അപ്പൊ എന്തായാലും ഡ്രോയിലേക്ക് ആയിരിക്കും അവസാനിക്കുക. അപ്പൊ ഡിക്റ്റിമിസ്റ്റിക് ആണ്. ഒന്നിനെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ തോൽക്കും, അല്ലെങ്കിൽ ഡ്രോയിൽ പോയി അവസാനിക്കും. സ്റ്റൊക്കാസ്റ്റിക് കഴിഞ്ഞാൽ ഇപ്പൊ ബാക്ക് ഗമൺ, മോണോപ്പൊളി, അതായത് മോണോപ്പൊളി ഒക്കെ അറിയല്ലോ, ഒറ്റയ്ക്ക് ഭരിക്കുക, ഇങ്ങനെ അങ്ങനത്തെ ഒരു ഗെയിം നമുക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് നമുക്ക് വി കനോട്ട് പ്രെഡിക്റ്റ്, ഫുള്ളി ഒബ്സർവ് തന്നെയാണ്. പക്ഷെ എന്താ പറയാ, അവൻ വിജയിക്കുമോ ഞാൻ വിജയിക്കുമോ എന്ന് ഇപ്പൊ ഒന്നും പറയാനില്ല തുടക്കത്തില്. ഞാനിപ്പോ കാറിന്റെ ലാപ്പ് നോക്കുകയാണ്, കാർ റേസ് പോണി, കാർ റേസ് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. അപ്പോ അതാ ഞാൻ കാർ റേസിലൊക്കെ നമുക്ക് പറയുമ്പോൾ ഞാൻ തുടക്കത്തില് ഒരു ലാപ്പ് തന്ന് ഞാനാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ക്രിക്കറ്റ് കളിക്കും, നമ്മൾ ക്രിക്കറ്റിന്റെ ഏജ് തന്നെ നോക്കുന്നത്. ഇപ്പോ വേൾഡ് കപ്പിൽ ഈ ഇടയ്ക്ക് നടന്ന നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഓസ്ട്രേലിയയും മറ്റേ അഫ്ഗാനിസ്ഥാനും. ഇപ്പൊ 7 വിക്കറ്റ് പോയി. ഓക്കെ, ഇത് എത്ര 89 എത്ര ടാർഗറ്റ് ഉണ്ട്. എന്താ പറയാ ആ അപ്പോ ഈ മാക്സ്വെൽ വന്നു. അവൻ നന്നായിട്ട് അവൻ കളിക്കും ഇവരാരും വിചാരിച്ചില്ല. അവൻ ഔട്ടാവോ നമുക്കറിയില്ലായിരുന്നു. അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും മറ്റുള്ള. അപ്പോ അവൻ കളിച്ചങ്ങനെ പ്രെഡിക്റ്റബിൾ, നമ്മൾ പറയും നമ്മുടെ ക്രിക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റബിൾ ആണ്. 50% ഇന്ത്യ വിജയിക്കാം, 50% വേറെ ഏതെങ്കിലും. അങ്ങനെ നോക്കി അവസാനം ഒരു ഓവർ ആകുമ്പോൾ നമുക്കറിയാം ആ ഒരു വിജയത്തിലേക്ക് അടുത്തോടും ഇന്ത്യ വിജയത്തിലേക്ക് അടുത്തോറും അവിടെ 95% ആയി. ആദ്യം ഒരു 5-6 വിക്കറ്റ് പോയപ്പോൾ എന്തായി, അവരേക്കും 75%. അവസാനം നോക്കുമ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയി. അതാണ് സ്റ്റോക്കാസ്റ്റിക്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോക്കാസ്റ്റിക്. ഇൻപെർഫെക്റ്റ് പാർഷ്യബിളാണ്, പാർഷ്യലാണ്. അതായത് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ റോഡിലൂടെ യാത്രയാണ്, കാറിൽ പോയിക്കൊണ്ടിരിക്കണം. അവിടെ ചിലപ്പോ 5 കിലോമീറ്റർ കഴിഞ്ഞ അവിടെ പല പ്രളയം ഉണ്ടായിട്ടുണ്ടാവോ, ഇതൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബാക്ക് ഷിപ്പ്. പക്ഷെ ഡിറ്റമിസ്റ്റിക് ആണ്. ഇപ്പോ എന്തായാലും നമുക്കറിയാം, എന്ത് യാത്ര ചെയ്താലും നമുക്കവിടെ വി ക്യാൻ പ്രെഡിക്റ്റ്. മനസ്സിലായോ? അപ്പൊ ബാക്ക് ഷിപ്പ് അതൊരു ഗെയിമാണ്. ഇതെല്ലാം ഗെയിം തന്നെയാണ്, പക്ഷെ അത് ഡിറ്റമിസ്റ്റിക് ആണ്, പാർഷ്യൽ ഒബ്സർവ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ വിജയത്തിലേക്ക് എത്തും. നമുക്ക് പോകുന്നു റോഡ്, എന്തായാലും നമ്മൾ ഡിറ്റമിസ്റ്റ്, നമ്മൾ എന്തായാലും വീടെത്തും, ഉറപ്പാണ്. അവിടെ പ്രളയമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആക്സിഡന്റ് ആയാലും ഒരു 5 മണിക്കൂർ ആർക്കും, നമ്മൾ വയനാട്ടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വയനാട് എന്താ പറയാ, താമരശ്ശേരി ചുരത്ത് ബ്ലോക്ക് കാണാം. എങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ എന്താണ് 5 മണിക്കൂർ 6 മണിക്കൂർ ബ്ലോക്ക് ആണെങ്കിൽ വീടെത്തുമല്ലോ. അത് ഡിറ്റമിസ്റ്റിക് ആണ്. അല്ലാണ്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവിടെ മുമ്പിലുള്ളവർക്കല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാർക്കും അവിടെ, അല്ലെങ്കിൽ റോഡിൽ, അല്ലെങ്കിൽ ആ എൻവയറമെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു എക്സാം ആണ്. സ്റ്റോക്കാസ്റ്റിക്കില് പാർഷ്യൽ ഒബ്സർവ് കേസിൽ സ്ക്രാബിൾ, പോക്കർ, ബ്രിഡ്ജ്, ഇൻഫർമേഷൻ നമുക്ക് അധികം ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇയാൾ ജയിക്കോ തോൽക്കോ എന്നൊന്നും പറയാനില്ല. ഇതെല്ലാം അഡ്വേഴ്സ് സെർച്ച് ആണ്. ഇതെല്ലാം സിംഗിൾ പ്ലെയർ ഗെയിമാണ്. ഓക്കെ, സിംഗിൾ പ്ലെയർ അല്ല, ചെസ് മൾട്ടിപ്ലെയർ ഗെയിമാണ്. ബാറ്റ് ഷിപ്പും എന്നൊരു ഗെയിം, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം ബാറ്റ് ഷിപ്പ് എന്താണ്. ഇതൊക്കെ ഗെയിമാണ്. സ്ക്രാബിൾ, പോക്കർ, ബ്രിഡ്ജ് എന്നൊരു ഗെയിം, ഇതൊക്കെ സ്റ്റോക്കാസ്റ്റിക്കിൽ വരുന്നതാണ്. അതായത് 50% വിൻ, 50% ലോസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഓൾട്ടർനേറ്റീവ് ടു പ്ലേ. അപ്പൊ ഇവിടെ നമുക്കറിയാം, എന്തായാലും ഒരു ഗെയിം കളിക്കണമെങ്കിൽ, ഒരു കോമ്പറ്റീഷൻ ഗെയിം കളിക്കുന്നത് എന്താണ്, 2 പ്ലെയർ ആണ്. ഒരാളിപ്പോ ഞാൻ മാത്രം കളിച്ചു, ഞാൻ മാത്രം കാർ റേസ് ഓടിച്ച് റോഡിൽ ഞാൻ മാത്രം
എന്താ പറയാ വണ്ടി ഓടിക്കും, വേറെ ആരുമില്ല. പെഡസ്ട്രിയൻസ് ഒക്കെ ഉണ്ട്, മീൻസ് വഴി യാത്രക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, എന്താണ് നമ്മൾ വിജയിച്ചു പറയുന്നത്? സിംഗിൾ പ്ലെയർ ആണ് കോമ്പറ്റീഷൻ. നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ ആരും ഇല്ലല്ലോ. അപ്പൊ അതിനാണ് ഓൾട്ടർനേറ്റ് ടു പ്ലെയർ ഓർ സീറോ സം ഗെയിംസ്. സീറോ സം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പേര് പറയാൻ നോക്കുക. ഇവിടെ പ്ലേയേഴ്സ് ടേക്സ് ടേൺസ് ഈച്ച് ഗെയിം ഔട്ട്കം ഓർ ടേൺസ് അസീവ്ഡ്. അതായത് നമ്മള് ഓരോ പ്ലെയറിനെയും ഒരു വാല്യൂ ക്രെഡിറ്റ് കൊടുക്കും. അപ്പൊ ഞാൻ വിജയിച്ചു, അല്ലെങ്കിൽ ഞാൻ തോൽക്കും, ഇല്ലെങ്കിൽ ഞാൻ ഡ്രോ ആവും, അല്ലെ? അപ്പൊ അതിനൊക്കെ ഓരോ വാല്യൂ ഉള്ളു. വിജയിക്കുമ്പോൾ ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് ചില ഗെയിം കളിക്കുമ്പോൾ ഇപ്പൊ രാജാവാണ്, ഞാൻ ആദ്യം ക്യൂൻ എടുത്തിട്ടാണ് അയാളെ ചെക്ക് മേറ്റ് ആക്കിയത് ചെസ് കളിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ യൂട്ടിലിറ്റി പറയാൻ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചെസ് കളിക്കുകയാണ്, ഞാൻ വിജയിച്ചു. പക്ഷെ അവനെ ചെക്ക് മേറ്റ് ആക്കിയത് ഞാൻ വെറും റാണി വെച്ചിട്ടാണ് കളിച്ചത്. വെറും റാണിയുടെ മൂവ്മെന്റിലൂടെയാണ് രാജാവിനെ വീഴ്ത്തിയത്. അവരുടെ രാജാവിനെ ചെക്ക് മേറ്റ് ആക്കിയത്. പക്ഷെ അവൻ വിജയിച്ചു. ഫോർ എക്സാമ്പിൾ അവനാണ് ഇപ്പൊ വിജയിച്ചത്. അവൻ പക്ഷെ കുതിര വെച്ചിട്ടും ഞാൻ ഒരൊറ്റ ഇതിലേ ഉള്ളൂ, 4-5 പ്രാവശ്യം 4-5 രാജാവ് ചുറ്റും ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിരുന്നു. ഈ റാണി വെച്ചിട്ടാണ് ചെയ്തിട്ട് ആദ്യത്തെ മൂവ്മെന്റ് റാണി. അല്ലെങ്കിൽ വേറൊരു കേസ് നമ്മൾ പറയാം, ഇപ്പൊ ചെസ് തന്നെ ഞാനിപ്പോ വിജയിച്ചു, പക്ഷെ എന്താ പറയാ, എല്ലാം എൻ്റെ എല്ലാ പോയിന്റ്സ് എല്ലാം പോയി, പോയിന്റ്സ് എല്ലാം നഷ്ടം. അയാൾ വിട്ട് വീഴ്ത്തിയിട്ട് എന്നിട്ട് പോയി ഞാൻ വിജയിച്ചു. പക്ഷെ ഞാൻ റാണി വെച്ചിട്ടാണ് ഞാൻ അയാളെ ചെക്ക് മേറ്റ് ആക്കിയത്. പക്ഷെ ബാക്കി എൻ്റെ എല്ലാ പോയിന്റ്സും നഷ്ടപ്പെട്ടാലും റാണി ഉണ്ടല്ലോ, അപ്പൊ അതിലാണ് പോയിന്റ്സ് കൂടുതൽ. പക്ഷെ അവരാണ് വിജയിച്ചപ്പോ അവൻ എന്നെ ചെക്ക് മേറ്റ് ആക്കി. പക്ഷെ അവന്റെ റാണി നഷ്ടപ്പെട്ടു, ചിലപ്പോ വേറെ കുതിര നഷ്ടപ്പെട്ടാം. പക്ഷെ എന്ത് ചെയ്തു, ഈ പടയാളിയും എല്ലാവരും കൂടി രാജാവിനെ ചുറ്റും ആക്രമിച്ചു, അത് ചെക്ക് മേറ്റ് ആക്കി. എന്നാലും പോലും അവൻ വിജയിച്ചു. പക്ഷെ എന്താണ്, റാണി അവനെ നഷ്ടപ്പെട്ടു, ഞാൻ അവന്റെ റാണി എടുത്തല്ലോ, മീൻസ് നമ്മള് വെട്ടിവീർത്തുമല്ലോ. അപ്പൊ അതേ അവിടെ പറയാ വന്ന് ഓരോ ഗെയിമിനും ഓരോ ഔട്ട്കം ഉണ്ട്. അതായത് യൂട്ടിലിറ്റി ഉണ്ട്, വൺ ഫോർ വിൻ. അതായത് ഓരോ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയില്ല, ഇപ്പൊ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഒരു മാച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 2 പോയിന്റ്സ്, വിജയിച്ചെങ്കിൽ 0 പോയിന്റ്സ്, ഡ്രോ ആയി കഴിഞ്ഞാൽ 1 പോയിന്റ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ? ഇപ്പൊ നമ്മള് ഫുട്ബോൾ കേസ് ആണെങ്കിൽ ഒരാൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് 1 പോയിന്റ്. പക്ഷെ ആ പ്ലെയറിന് അതിനനുസരിച്ച് പോയിന്റ്. സോ ഇവിടെ സം ഓഫ് ബോത്ത് പ്ലേയേഴ്സ് യൂട്ടിലിറ്റി ഈസ് കോൺസ്റ്റന്റ്. അതാണ് സീറോ സം. ഇപ്പൊ ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ അവൻ വിജയിച്ചു, എങ്ങനെയായാലും സെയിം ആൻസർ അല്ലേ. ഇപ്പൊ ഞാൻ വിജയിച്ച 1, അവൻ വിജയിച്ചാലും 1, ഞാൻ തോറ്റാലും 0, അവൻ തോറ്റാലും 0. എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതാണ് സീറോ സം. സം എന്തായാലും കൂടുതൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി നമ്മള് ഗെയിം വേഴ്സസ് സിംഗിൾ ഏജന്റ് സെർച്ച്. ഒരു ഗെയിമും ഒരു സിംഗിൾ ഏജന്റ്. ഗെയിം നമുക്കറിയാം, ഗെയിം കളിക്കുന്ന 2 പേര്. പക്ഷെ സിംഗിൾ ഏജന്റ് ഇവർ തമ്മിലുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കമ്പാരിസൺ ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് നോക്കാം. വി ഡോണ്ട് നോ ഹൗ ദി ഒപ്പോണന്റ് വിൽ ആക്ട്. ഇപ്പൊ ഞാനൊരു ചെസ് കളിച്ചിരിക്കാം, പക്ഷെ എന്നെക്കാളും ബ്രില്യന്റ് മൂവാണ് അവന്റെ എന്ന് ഞാൻ വിചാരിക്കാം. അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ? ഇല്ല. ഞാനാണ് ഇപ്പൊ വൈറ്റ് ആണ്, നമുക്ക് അറിയില്ല, ജസ്റ്റ് ആദ്യം വൈറ്റ് ആണോ കളിക്കുന്നത്. അപ്പൊ നമ്മള് മൂവ് ചെയ്തു, ഓക്കെ, ഞാൻ മൂവ് ചെയ്തു. പക്ഷെ അവന്റെ സ്റ്റാർട്ടിങ് തന്നെ എന്നെ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അത് സ്റ്റാർട്ടിങ് തന്നെ ബ്രില്യന്റ് മൂവാണ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്തൊരു പോയിന്റ് വെച്ച് ഒരിക്കൽ പഴയ 2 മൂവ് വെച്ച് പറയുന്നത് എന്താ പറയാ, ഒരു പടയാളില്ലാതെ മറ്റ് പോയിന്റ്സ് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ പഴയ പിന്നെ 2ാമത്തെ 3ാമത്തെ മൂവ് ആകുമ്പോൾ 3ാമത്തെ ടേൺ ആകുമ്പോൾ അവന്റെ ടേൺ ഭയങ്കര ബ്രില്യന്റ്. അത് നമുക്ക് തുടക്കത്തിൽ പറയാൻ പറ്റുമോ? അത് ഗെയിംസിന്റെ ഒരു ഡ്രോബാക്ക് അല്ല, കമ്പാരിസൺ. വി ഡോണ്ട് നോ അവൻ എങ്ങനെ ആക്ട് ചെയ്യും, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താ, ആക്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഫിക്സ്ഡ് ആണോ ചോദിച്ചാൽ അല്ല. സ്റ്റാർട്ടിങ്ങില് ഒരു 2 ആക്ഷൻസ് ഉണ്ടാവും, ഫൈനലാകുമ്പോൾ നിറയെ ആക്ഷൻസ് ഉണ്ടാവും, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. പിന്നെ എഫിഷ്യൻസി ഈസ് ക്രിട്ടിക്കൽ ടു പ്ലേ. എഫിഷ്യൻസി ആണ് നമ്മൾ നോക്കുന്നത്, അതിപ്പോ പറയാൻ പറ്റില്ല. ഞാനിപ്പോ തുടക്കത്തിൽ ഞാനൊരു ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ല, ഞാൻ 50 അടിച്ചു 100 അടിച്ചു എന്നിട്ട് നല്ല സ്കോർ വാങ്ങിച്ചു. പക്ഷെ ഒപ്പോണന്റിലെ ഒരു 4-5 പ്ലേയേഴ്സ്
അവർ 50-50 അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അവർ വിജയിച്ചു. ഞാൻ ഇവിടെ 100 അടിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ എന്റെ എഫിഷ്യൻസി നഷ്ടമായില്ലേ? ഞാൻ 100 അടിച്ചു, എനിക്ക് എന്റെ ടീമിന് വേണ്ടി സ്കോർ നേടി, നല്ലൊരു സ്കോർ നേടി. എന്നിട്ട് അതുകൊണ്ട് കാര്യമല്ലോ. ഒപ്പോണന്റ് ചിലപ്പോ നമ്മളെക്കാളും സ്ട്രോങ് ടീം ആയിരിക്കാം, ചിലപ്പോ അത് 4-5 പേരും കൂടിയാണ് എന്റെ ഒരു ഒറ്റ വലിയ സ്കോറിനെ മറികടന്നത്, അല്ലേ? ബാക്കി എന്റെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും നേരം കളിച്ചിട്ട് ഞാൻ അത് നേരം കളിച്ചു, എന്നിട്ട് നല്ലൊരു സ്കോർ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഒപ്പണേര് അവര് തുറക്കില്ല, 4-5 പേരും 50-50 അടിച്ച് ഇങ്ങനെ കളി വിജയിച്ചു. അപ്പൊ എഫിഷ്യൻസിയാണ് അവിടെ ക്രിട്ടിക്കൽ. ആ 4-5 പേരും കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ഇവിടെ എന്റെ ടീമിലോ ഞാൻ മാത്രമേ കൺസിസ്റ്റൻസി ഇല്ലൂ, അല്ലെങ്കിൽ ഞാൻ മാത്രം തന്നെ അടിച്ചു, അത് എനിക്ക് കാര്യമില്ലല്ലോ. സോ അതാണ് ക്രിട്ടിക്കൽ. സോ ടൈം ടു മേക്ക് എ മൂവ് ഡിസ്റ്റൻസ്, അതാണ് പറയുന്നത്. അപ്പോ ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കാനാണ്, ഞാനൊരു ബാറ്റ്സ്മാനാണ്, ബൗളർ. പക്ഷെ എനിക്കറിയില്ല ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്യണം ആദ്യത്തെ ബോൾ. അവൻ ആദ്യം യോർക്കർ ഒരു നല്ല ഇൻസ്വിങ് ആണോ ഔട്ട് സ്വിങ് ആണോ ഇതൊന്നും നമുക്കറിയില്ല. അവൻ ഇൻസ്വിങ് ബോളാണ് നമുക്കറിയാം, പക്ഷെ ആദ്യത്തെ ബോൾ ഇങ്ങനെ എറിയും നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് എറിയോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ അത് എനിക്ക് മൂവ് ചെയ്യാനുള്ള സമയമില്ല. ഞാൻ ഡിഫെൻഡ് ചെയ്യണോ, അല്ല സ്ക്വയർ കട്ട് ചെയ്യണോ, അല്ലെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യണോ, ഇതൊന്നും ഇപ്പൊ നമുക്ക് പറയാം. 4 അടിക്കണോ 6 അടിക്കണോ എന്നൊന്നും എനിക്കിപ്പോ അതിനുള്ള ടൈം ഇല്ല. ബിക്കോസ് ഐ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി ഒപ്പോണന്റ്. അതാണ്. പിന്നെ ഇനി ഇപ്പോ എനിക്ക് എന്റെ ടേൺ ആണ്. ഓക്കെ, എന്റെ ടേൺ. എന്റെ കയ്യിൽ കുറെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോ ഒരേ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ കിങ് എടുക്കണോ, അല്ല സോറി കിങ് അല്ല, ഇപ്പൊ ചെസ് കളിക്കാൻ വയ്ക്കാം. നമുക്കറിയാം കുതിരയെ നമുക്ക് വേണമെങ്കിൽ ആദ്യം ആക്കാം, പിന്നെ എൽ ഷേപ്പ് അല്ലേ, അല്ലെങ്കിൽ പടയാളിയെ എനിക്കാക്കാം. പക്ഷെ കുതിര ഇറക്കുമ്പോ ഏതൊക്കെ മൂവ് ഉണ്ട്? ഒന്നില്ലെങ്കിൽ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ പോവാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ പോവാം. പടയാളിയാണെങ്കിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് പോവാം, അല്ലേ? അപ്പോ ഇനി വേറെ കേസ് നോക്കൂ, ക്യൂവിന്റെ കേസ് നോക്കൂ. ക്യൂവിന് ഏത്, അല്ലെ, ഡയഗണൽ വഴി പോവുകയാണെങ്കിൽ, മറ്റ് ഡയഗണൽ വഴി പോകണമെങ്കിൽ, സ്ക്വയർ വഴി, റോ വഴി പോകണമെങ്കിൽ, കോളം വഴി പോവാം, എങ്ങനെയാണെങ്കിൽ പോവാം. തേരാളി രഥത്തിന് ഒന്നില്ലെങ്കിൽ കോളം അല്ലെങ്കിൽ റോ, ഓപ്പ് ഡയഗണലായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. സോ അതാണ് ബ്രാഞ്ചിങ് മാറ്റർ പറയുന്നത്. അതായത് ഒരാൾക്ക് എത്ര മൂവ് ഉണ്ട്, ഒരു പോയിന്റ്സിന് അയാൾക്ക് എത്ര മൂവ് ഉണ്ട് എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ ചെസ് നോക്കൂ, ബ്രാഞ്ചിങ് മാറ്റർ. അപ്പൊ ഞാൻ ഒരു പോയിന്റ്സിന് ആ ഒരു 8 കോളം, അല്ലെ, ചെസ് ബോർഡിൽ 8 കോളം, 8 കളി ഉണ്ടാവുമല്ലോ. ആ 8 കളിയില് ഓരോ പോയിന്റ്സിന് എത്ര വർഷം അറ്റ് എ ടൈം എത്ര മൂവ്സ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അറ്റ് എ ടൈം ഓൺലി 1 മൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ? 8 ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഉണ്ട്, അതാണ് പറഞ്ഞത്. ഇവിടെ ബ്രാഞ്ചിങ് 35 ഉണ്ട്, ഡെപ്ത് 100, അത്രയും അച്ഛൻ വരെ പോവാം. 35 മൂവ്സ് ഉണ്ട്, 100 വരെ പോകണ്ട. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇൻറ്റു 35 ഇൻറ്റു 100, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഒബ്സർവ്ഡ് യൂണിവേഴ്സ്. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്രയും എന്താ പറയാ ആഴമായിട്ടുണ്ട്. നമുക്കിപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കിപ്പോ ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് തൃശ്ശൂർ വരെ പോകണം. പക്ഷെ പാലക്കാട് തൃശ്ശൂരിലേക്ക് പല പല ചെറിയ ചെറിയ കട്ട് റോഡ് കൂടി പോയി 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 അങ്ങനെ ആലത്തൂർ അങ്ങനെ പോയി 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 എങ്ങനെയായും തൃശ്ശൂർ എത്തും. പക്ഷെ എന്താണ്, പല ബ്രാഞ്ചസിലൂടെ, പല ഷോർട്ട് കട്ടിലൂടെ, വഴി സ്ട്രേറ്റ് റോഡ് പോയാലുള്ളൂ, അത് പോയില്ല. ഞാൻ പല ഷോർട്ട് കട്ട് എടുത്ത് റോഡ് മോശം, അല്ലെങ്കിൽ മോശമുള്ള റോഡിലൂടെ യാത്ര ചെയ്ത്, എന്നിട്ട് യാത്ര ചെയ്ത് എന്ത് ചെയ്തു, ഞാൻ എങ്ങനെയൊക്കെ തൃശ്ശൂർ എത്തി. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചെസ്സിന് കേസ് അതാണ്, ബ്രാഞ്ചിങ് ഫാക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു പോയിന്റ്സിനെ ഒരു പടയാളിനെ എവിടെയൊക്കെ മൂവ് ചെയ്യാം ഒക്കെ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്. 35 ആൻഡ് ഡെപ്ത് ഏതുവരെ പോവാം നമുക്കറിയില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഒന്നുമില്ല, നിങ്ങളിത് അത്ര കാര്യമൊക്കെ എന്താ, ഒരു ഒറ്റയ്ക്ക് കളിക്കുന്നു, ഒരു ഗെയിം കളിക്കുന്നു, തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. എഫിഷ്യൻസി ക്രിട്ടിക്കലാണ്, പക്ഷെ നമുക്ക് ഒരു മൂവ് ചെയ്യാൻ ഉള്ള ടൈം അത് കുറവാണ്. ബ്രാഞ്ചിങ് മെത്തേഡാണ് ഇഷ്ടം പോലെ. നമുക്ക് എന്ത് ചെയ്യണം, ഏത് മൂവ് ചെയ്യണം, ഏത് ബെസ്റ്റ് മൂവ് ആണ്, ഏതാണ് നല്ലതെന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല. ഗെയിമല്ലേ, ഞങ്ങളല്ലേ ചെസ് കളിക്കണമെങ്കിൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം എക്സ്പയർ, അല്ലെ? ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും, എന്തായാലും ഡ്രോ വരെ കളിക്കാം. പക്ഷെ ഒരാള് മൂവ് എടുക്കാൻ ഉള്ള സമയം കൂടി സമയം തന്നിട്ടുണ്ട്.
അതിന് നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ ക്ലോക്ക് വെക്കും ചില സമയത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെസ് കളിക്കുന്ന സമയത്ത് രണ്ടുപേരും ഭയങ്കര എന്താ പറയാ ഭയങ്കര കോമ്പറ്റീഷൻ ആയി കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കുന്നില്ല. വിന്നാണ് വെച്ച് കഴിഞ്ഞാൽ വിന്നാവുന്നില്ല, ലോസ് ആണെന്ന് ലോസ് ആണ്. ഞാനും വിന്നാവുന്നു, ഞാനും വിന്നാണ്, അവനും വിന്നാണ്, വെച്ചിട്ട് ഓക്കെ. അപ്പോൾ ഡ്രോയിലേക്ക് പോകും, നമുക്കറിയാം എന്തായാലും മാച്ച് ഡ്രോയിലേക്ക് പോകുന്ന അറിയാം. പക്ഷെ അത് ഒരു ടൈമർ വയ്ക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്രൂണിങ്. ഒന്നുമില്ല, പ്രൂണിങ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ചെസ്സിലേക്ക് ഒരുപാട് ഇഷ്ടം പോലെ മൂവുണ്ട്. പക്ഷെ ചില മൂവിൽ പോയി ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ തൃശ്ശൂർ പോകണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ സ്ട്രെയിറ്റ് റോഡ് കൂടെ പോയാലുള്ളൂ. പക്ഷെ ഞാൻ ഒരു 4-5 വഴിയുണ്ട്, കൂടാതെ 6ാമത്തെ വഴിയാണ് ഇത് സ്ട്രെയിറ്റ് റോഡ്. ഈ 5 ഷോർട്ട് കട്ടും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഇടുങ്ങിയ റോഡ്, വേറെ ട്രാഫിക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ പോയി. എങ്ങനെ പോയാലും ബ്ലോക്ക് ഉണ്ടാവും, നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇടുങ്ങിയ റോഡിൽ കൂടി പോയി. പക്ഷെ ആ റോഡിൽ കൂടി പോകേണ്ട ആവശ്യമുണ്ടോ? അത് അൺനെസറി അല്ലേ? സ്ട്രെയിറ്റ് റോഡുള്ളപ്പോ എന്താണ്, നമുക്ക് ആ റോഡിൽ കൂടി സുഖമായിട്ട് പോയിരുന്നു. ഇത് പെട്രോളും മൈലേജും ഒക്കെ നമ്മൾ നോക്കണം. അപ്പോ അതാണ് ഇവിടെ വന്നത്. ഈ പ്രൂണിങ് കഴിഞ്ഞാൽ അൺനെസറി, നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് ഡെസ്റ്റിനേഷനിൽ എത്തുക അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അൺനെസറി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല മറ്റേ എന്താ പറയാ, ഡിനൈ ചെയ്യും. നമ്മള് അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് റീച്ചബിൾ അല്ലാത്ത ചില റോഡ് ഉണ്ടാവുമല്ലോ. തൃശ്ശൂർ പോയി നമ്മൾ എത്തി, ആ റോഡ് ക്ലോസ് കഴിഞ്ഞ പിന്നെ നമ്മൾ വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചു വരണ്ടേ? അപ്പം അതാണ്. അപ്പൊ ആ റോഡ് കൂടി നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മളവിടെ ഒരു പ്രൊപ്പോസൽ ചെയ്യും, ഒരു ഡിവൈഡർ, മറ്റേ ഡ്രംസ്, മറ്റേ റോഡിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടിടും. അതേ തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രൂണിങ് കഴിഞ്ഞാൽ കുറെ മൂവ്സ് ഉണ്ട്, അതിൽ ഏതാണ് ബെസ്റ്റ് അത് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു അൽഗോരിതം ആണ് പ്രൂണിങ്. ബാക്കി മറ്റ് മൂവ്സിന് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അതാണ് പറയുന്നത്. പ്രൂണിങ് ഇഗ്നോർ ദി പോർഷൻസ് ഓഫ് ദി സെർച്ച് ട്രീ ദാറ്റ് മേക്ക് നോ ഡിഫറൻസ് ടു ദി ഫൈനൽ ആൻസർ. അതായത് നമുക്കിപ്പോ ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, എന്തായാലും എനിക്ക് ഇനി ഇലക്ട്രോണിക്സിലേക്ക് പോകാൻ പറ്റുമോ? ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവുമോ? ഇല്ല. ഞാൻ മെക്കാനിക് വർഷം പോയിട്ട് സാർ ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാണ് പറഞ്ഞാൽ പറ്റിയ ജോലി ഉണ്ടോ? നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, നമുക്ക് അതിനാണല്ലോ പഠിച്ചത്. അപ്പൊ നമുക്ക് ആ വഴിക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യുക, കട്ട് ചെയ്യുക, ഡിനൈ ചെയ്യുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അതാണ് നമ്മുടെ പ്രൂണിങ് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്, മിൻ മാക്സ് അൽഗോരിതം. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാനൊരു ചെസ് കളിക്കാൻ, അപ്പൊ നമുക്കറിയാം ചെസ്സിൽ ആരാണ് ആദ്യം, ഏത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ചെസ് അറിയാത്തവര് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ആരാണ് ആദ്യം കളിക്കുന്നത് അറിയാം. അപ്പൊ ഈ ആദ്യം കളിക്കുന്നവർ, അതായത് ഞാനാണ് ആദ്യം കളിക്കുന്നത്, എന്റെ ലക്ഷ്യം എന്താ, ഞാൻ വിജയിക്കാം ആണല്ലോ അല്ലെ? വിജയിക്കാൻ ഞാൻ നടത്തുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റിന്റെ കേസിനെ എന്തെല്ലാം കമ്പ്യൂട്ടറിന്റെ കേസ് നടത്താം. ഇപ്പൊ ചെസ് വിടും, ക്രിക്കറ്റ് കളിക്കുക, എനിക്ക് ടോസ് കിട്ടി, അല്ലെങ്കിൽ എന്റെ ടീം ടോസ് കിട്ടി, ബാറ്റിംഗ് ചൂസ് ചെയ്തു. അപ്പൊ നമ്മളെന്റെ എയിം എന്താ, എങ്ങനെയും 50 ഓവറിൽ അല്ലെങ്കിൽ 20-20 ക്രിക്കറ്റ് ആണ് കളിക്കുക, എങ്ങനെ എന്ത് ചെയ്യും, മാക്സിമം സ്കോർ നേടാൻ നോക്കും. പക്ഷെ ഒപ്പോണന്റ് എന്ത് ചെയ്യും, ഇവനെ വിക്കറ്റ് വീഴ്ത്തി, ഇവരുടെ ടീമിനെ വിക്കറ്റ് വീഴ്ത്തി, എങ്ങനെ ലോ സ്കോർ അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ, അതാണ് മാക്സിമം. അതായത് എന്റെ ഒരു ഏജന്റ്, അതായത് രണ്ടുപേരും വേണമെങ്കിൽ നമുക്ക് മാക്സ് അറിയാം. പക്ഷെ ഒരാൾ മാക്സ് ആയി കഴിഞ്ഞാൽ മറ്റേ എന്താവും, വിന്നാവും. അപ്പൊ ഞാൻ ആണ് ആദ്യം കളിക്കണമെങ്കിൽ എന്റെ സ്കോറിനെ കൂട്ടാൻ നോക്കും. പക്ഷെ അവൻ എന്ത് ചെയ്യും, അങ്ങനെ വിട്ടാൽ ശരിയല്ലോ, നീ അങ്ങനെ അധികം സ്കോർ അടിക്കണ്ട, ഞാൻ വെട്ടി കുറയ്ക്കാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും, ഇത്രേ ഉള്ളൂ. അതായത് അവൻ മാക്സിമം ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മിന്നായി മാറും. ഞാനാണ് ഇപ്പം ആദ്യം കളിക്കണമെങ്കിൽ ഞാൻ മാക്സിമം ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ളൂ. മാക്സിമം മിന്നും എന്താ, ആരുവാണെങ്കിൽ എയ്തർ യു ഓർ മീ മാക്സ് ആവാം, അല്ലെങ്കിൽ എയ്തർ യു ഓർ മീ മിന്നാവാം. ഒത്രയൊന്നുമില്ല, മാക്സ് ആരാണോ കളിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏജന്റ് ആണോ, എന്താ പറയാ, രണ്ട് ഏജന്റും മാക്സ് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ത് ചെയ്യും, ഒരു ഏജന്റ് മാക്സ് ആയി കഴിഞ്ഞാൽ മറ്റേ ഏജന്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, വിന്നാവും. പക്ഷെ അതാണ് മാക്സ് ആദ്യം മൂവ്സ് ഫസ്റ്റ്. അതായത് മാക്സ് എപ്പോഴും ആദ്യം മൂവ് ചെയ്യും, എന്നിട്ട് ദി ടേക്സ് ടേൺസ്, ഓരോന്ന് എന്നിട്ട് പോയിന്റ്സ് മാറ്റി മാറ്റി എടുക്കും, മൂവിങ് ഓരോ മാക്സിമം വാല്യൂ എടുത്തെടുത്ത് അൺടിൽ ഗെയിം ഈസ് ഓവർ.
അറ്റ് ദ എൻഡ് ഓഫ് ദി ഗെയിം ദ പോയിന്റ്സ് ആർ ടു ദി വിന്നിംഗ് പ്ലെയർ ആൻഡ് ഫൈനൽ. അത് നമുക്കറിയാലോ. ഞാൻ ഇപ്പോൾ ചെസ് കളിച്ച് ഓരോ മൂവ് ചെയ്ത് അവസാനം അവന്റെ ചെക്ക് മേറ്റ് ആക്കി. ഇപ്പൊ എനിക്ക് അവാർഡ് കിട്ടി. അവനെന്ത് കിട്ടി? പെനാൽറ്റീസ്, അതായത് ലൂസ് പോയിന്റ്സ്. ഹി കോണ്ട് ഗെറ്റ് എനി പോയിന്റ്സ്. എനി എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുമോ? ഇല്ല. എനിക്കാണെങ്കിൽ ബെസ്റ്റ് ചാമ്പ്യൻ, അല്ലെങ്കിൽ കൂടെ ഒരു മൊമെന്റോ കിട്ടും, അല്ലേ, കപ്പ് കിട്ടും, അല്ലേ. സോ നമുക്കൊരു അൽഗോരിതമായിട്ട് എടുക്കാം. ഈ മിൻമാക്സ് ഒരു അൽഗോരിതമാണ്. ഇതൊരു ഗെയിമാണ്, പക്ഷെ ഇതൊരു അൽഗോരിതമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ അൽഗോരിതത്തിനെ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കുറച്ച് എലിമെന്റ്സ് അറിയണം, അതായത് കുറച്ച് ടേംസ് അറിയണം, മനസ്സിലായോ? കുറച്ച് ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അറിയണം. അതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് ആണ് S0, ഇനീഷ്യൽ സ്റ്റേറ്റ്. ഒരു ഗെയിം തുടങ്ങുമ്പോൾ നമുക്കറിയില്ല, ആദ്യം ടോസ് ഇടണം, എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പറയില്ലേ, ഇപ്പോൾ റഫറിയോട് ചോദിക്കും, റഫറി നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ പോസ്റ്റ് വേണോ ആ പോസ്റ്റ് വേണോ, ക്യാപ്റ്റൻസോട് ചോദിക്കില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേറ്റ്. പ്ലെയർസ് ഒന്നിന് ഞാനാവാം, ഏത് പ്ലെയറാണ് ആദ്യം തുടങ്ങുന്നത്, പ്ലെയർ. ആക്ഷൻസ് നമുക്കറിയാം, എന്നറിയാം, ഏത് മൂവ്സിലാണ് ലീഗൽ മൂവ്സ്. മറ്റൊന്നും നമ്മൾ രണ്ട് പ്ലേയേഴ്സിനും അറിയാലോ, ഏതൊക്കെ കുറുക്ക് വഴിയൊന്നും പറ്റില്ല, ഫൗളാവും, അല്ലെ, ഫൗളായി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് നഷ്ടമാവും. അപ്പോൾ നമുക്ക് ലീഗൽ മൂവ്സ് രണ്ട് പ്ലേയേഴ്സിനും അറിയാം. അപ്പൊ അതിനുള്ള ആക്ഷൻസ് ആണ്, അതായത് സെറ്റ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവും. ഒരു ടാർഗറ്റ് എത്താൻ സെറ്റ് ഓഫ് ആക്ഷൻസ് അറിയാം. അത് ലീഗലും ആയിരിക്കണം. കുറുക്ക് വഴിയോ ഷോർട്ട് കട്ട് വഴിയോ ഒന്നും പറ്റില്ല. എങ്ങനെയും നമ്മൾ വിജയിക്കും, അത് ഉറപ്പാണ്. അപ്പൊ പോകണമെങ്കിൽ നേരെ സ്ട്രേറ്റ് വഴി പോവാം. ഇനി റിസൾട്ട് എന്താ? ട്രാൻസിഷൻ മോഡ്. അതായത് ഇവിടെ ഞാൻ എന്ത് മൂവ് ചെയ്തു, എ എന്താണ് ഇവിടെ? ഒരു മിനിറ്റ്, എന്തായിരുന്നു? എ എന്ന് പറയുന്നത് എസ് എന്ന ഞാൻ എന്ത് ആക്ഷൻ. ഇനി എന്ത് ഇൻപുട്ടാണ് ഇവിടെ? എന്താ പറയാ, എ എന്ന് പറയുന്നത് ട്രാൻസിഷൻ മോഡ് വിച്ച് ഡിഫൈൻസ് ദ റിസൾട്ട്. ഞാൻ ഒരു ആക്ഷൻ എടുത്തു, ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? എയ്തർ വിൻ, അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ എന്താ പറയാ, ഡ്രോ. അതാണ് ഇവിടെ പറയാം. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ ആർക്കും നോക്കണ്ട. ഞാൻ ഏത് മൂവിലൂടെയാണ് എടുത്തത്, ഞാൻ ഒരു പോയിന്റ്സ് എടുത്തു, ആ ഒരു പെർട്ടിക്കുലർ മൂവിലൂടെ പോയിട്ടാണ് ഞാൻ വിജയിച്ചത്. അപ്പൊ ആ മൂവ്സ് ഒക്കെ കൺസിഡർ ചെയ്യണ്ടേ? അതുകൊണ്ടല്ലേ ഞാൻ റിസൾട്ട് എത്തിയത്. ഞാനിപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യൽ സ്റ്റേറ്റ് ഞാൻ നിൽക്കണം. ഞാൻ ഐ കാനോട്ട് മൂവ്, അല്ല, ഞാൻ ഇതുവരെ മൂവ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ നിൽക്കുന്ന. അതുകൊണ്ട് എനിക്ക് ടാർഗറ്റ് എത്തുമോ, ഡെസ്റ്റിനേഷനിൽ എത്തുമോ? ഇല്ല. അത് ഉറപ്പായിട്ടും ഡെസ്റ്റിനേഷനിൽ എത്തില്ല. അപ്പോൾ റിസൾട്ട് എന്താ? ഞാൻ മൂവ് ചെയ്താലേ എനിക്ക് ഡെസ്റ്റിനേഷൻ എത്തും. ടേം ടെസ്റ്റ് എന്താ? ഞാൻ ഇങ്ങനെ ഓരോ മൂവ് എത്തിയോ, നമ്മുടെ സെക്കൻഡ് മോഡിൽ ഞാൻ പഠിച്ചില്ലേ, ഇത് ഡെസ്റ്റിനേഷൻ ആണോ, എത്തിയോ എന്ന് ചെക്ക് ചെയ്യില്ലേ, അതിനാണ്. അത്രേ ഉള്ളൂ. ഇനി യൂട്ടിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. യൂട്ടിലിറ്റി ഞാൻ ഓരോ ഔട്ട്കമ്മിന് ഓരോ പോയിന്റ്സ് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേൾഡ് കപ്പ് ഒക്കെ കളിക്കുമ്പോൾ ഫിഫയുടെ ആണെങ്കിലും ക്രിക്കറ്റിന്റെ കേസിൽ പറയും, ഇപ്പോൾ 2 പേര് കളിക്കണം, അന്നത്തെ ദിവസം മഴ വന്നു വീഴാം, അല്ലെങ്കിൽ 5 ഓവർ കളിക്കുന്ന സമയത്തായിരിക്കും മഴ വരികയും. അപ്പൊ എന്ത് ചെയ്യും? മറ്റേ ക്രിക്കറ്റിലാണെങ്കിൽ ഡെക്കോർത്ത് ലൂയിസ്, അല്ലെങ്കിൽ 10 ഓവർ ചുരുക്കുക, എന്നിട്ട് മഴ പെയ്തു, അപ്പൊ എന്ത് ചെയ്യും? റിസർവ് ഡേയിലേക്ക് മാറ്റും, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ ഇനി വേറൊരു റൂൾ എന്താ? രണ്ടുപേരും എന്താ പറയാ, ഒരേ സ്കോർ, അതായത് ഓപ്പൺ ടീമും ഞാൻ അതേ സ്കോർ എടുത്തു, അതേ സ്കോർ തന്നെ ആണ്. അതായത് രണ്ടുപേരും ജയിച്ചോ തോറ്റോ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ടൈ ബ്രേക്കർ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പോയിന്റ്സ് ഷെയർ ചെയ്യും. ഫൈനലൊക്കെ ആണെങ്കിൽ ടൈ ബ്രേക്കർ. ആദ്യത്തെ മാച്ചിൽ തന്നെ, ഇനീഷ്യൽ മാച്ചിൽ തന്നെ നമുക്ക് ടൈ ഒക്കെ എന്ത് ചെയ്യും? ടൈ ബ്രേക്കർ ആണ് ആവശ്യമില്ല. അപ്പൊ ടൈ ആയി കഴിഞ്ഞാൽ അയാൾക്ക് എത്ര പോയിന്റ്സ് കൊടുക്കണം, വിജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര പോയിന്റ്സ് കൊടുക്കണം, ലോസ് ആയി കഴിഞ്ഞാൽ എത്ര പോയിന്റ്സ് കൊടുക്കണം. ഇതൊക്കെ ഓരോ ഗെയിമിന് ഓരോ പോയിന്റ്സ് വ്യത്യാസമുണ്ട്. ചെസ്സിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ ബ്ലാക്ക് കളിക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ 0 അറിയും, വൈറ്റ് കളിക്കുകയാണെങ്കിൽ 1 എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതാണ് ഇവിടെ പറയും, കണ്ട. ഇപ്പൊ ഇൻ ചെസ് ആണെങ്കിൽ ഔട്ട്കം വിന്ന് അല്ലെങ്കിൽ ലൂസ്, അത് നമുക്കറിയാം. ഈ 3 അല്ലാതെ വേറെ ഒന്നും നടക്കില്ല. ഞാൻ സ്ട്രോങ് ചാമ്പ്യൻ ആണെങ്കിൽ എനിക്ക് എന്തായാലും ഞാൻ വിജയിക്കും. അവൻ സ്ട്രോങ് ചാമ്പ്യൻ ആണെങ്കിൽ അവൻ വിജയിക്കും. അപ്പൊ അവൻ വിജയിക്കുമ്പോൾ ഞാൻ ലോസ് ആവും. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ ലോസ് ആവും. രണ്ടുപേരും സ്ട്രോങ് ചാമ്പ്യൻസ് ആണെങ്കിൽ
ഡ്രോയിൽ പോയി അവസാനിക്കും. അപ്പൊ വിന്ന് ഞാൻ 1 കൊടുത്തു, ലോസ് 0 കൊടുത്തു, ഡ്രോവിന് രണ്ടുപേർക്കും ഹാഫ് ഹാഫ് കൊടുത്തു. ഇനി വേറെ പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇവിടെ നോക്കണേ, ബാക്കമൺ എന്നൊരു ഗെയിം ഉണ്ട്. അത് നിങ്ങൾ നെറ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അവിടെ പറയുന്നത് 0 to +9. ചിലപ്പോ അയാൾ വിജയിച്ചു ആണെങ്കിൽ 0, അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ 1 പോയിന്റ്, അല്ലെങ്കിൽ 191. ഓരോ ഔട്ട്കമ്മിനും ഓരോരോ പോയിന്റ്സ്. അപ്പൊ ഇവിടെ 0 സം നിങ്ങൾ പറഞ്ഞു. 0 സം എന്താ? ഞാൻ വിജയിച്ചാലും അവൻ വിജയിച്ചാലും കോൺസ്റ്റന്റ് അല്ലേ, എന്തായാലും കൂടില്ല. ഇവിടെ അതുപോലെ ടോട്ടൽ പേ ഓഫ് ടു ഓൾ പ്ലേയേഴ്സ്. ഇപ്പൊ ബാക്കമണിലും അവൻ വിജയിച്ചാലും അവൻ ഇതേ പോയിന്റ്സ്, ഇതിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടും. ഞാനും വിജയിച്ചാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും പോയിന്റ് കിട്ടും. എന്തായാലും സം എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് ഇപ്പൊ നോക്കും, ചെസ് ഇസ് 1. അപ്പൊ ഇവിടെ പറയുന്നത് ചെസ് ഇസ് 0 സം ബിക്കോസ് എവറി ഗെയിം ഹാസ് പെയർ. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ ബാക്കമണിന് അതുപോലെ തന്നെയാണ്. കാരണം either 0 to +1 or 1. നോക്കും, 0 + 1 എന്താ? 1. 1 + 0 എന്താ? 1. ഹാഫ് പ്ലസ് ഹാഫ് എന്താ? അപ്പൊ അവിടെ കോൺസ്റ്റന്റ് സം ആണ് ചെസ്സില്. അതാണ് എന്ത് പറയുന്നത്, ചെസ്സിൽ 3 പോയിന്റ്സ് ഉണ്ട്: ലോസ്, വിൻ, ഡ്രോ. ഓരോ പോയിന്റ്സും ഓരോന്ന് വിന്നിന് ഓരോന്നും പോയിന്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായാലും ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ തോക്കും, 1 + 0. ഞാൻ വിജയിച്ചു 1, അവൻ തോറ്റു 0. 1 + 0. അവൻ വിജയിച്ചു കഴിഞ്ഞാൽ 0, ഞാൻ തോറ്റു 0 + 1. രണ്ടുപേർക്കും ഡ്രോ, രണ്ടുപേർക്കും ഈക്വൽ പോയിന്റ്സ് കൊടുക്കും. അപ്പൊ എന്താണ് ടോട്ടൽ സം എന്നാണ് ഇവിടെ 1 ആണ്. അപ്പൊ കോൺസ്റ്റന്റ് സം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നീ എന്താണ് ഗെയിം ട്രീ? അപ്പൊ ഈ മിൻമാക്സ് അൽഗോരിതം പഠിക്കുന്ന മുമ്പ് നമുക്ക് ഗെയിം ട്രീ എന്താ അറിയാം. അതായത് മിൻമാക്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അത് ട്രീയിലൂടെ റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഗെയിം ട്രീ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അൽഗോരിതം പറയുന്നത്, ഈ അൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് അറിയണം. ആരൊക്കെയാണ് കളിക്കേണ്ടത്, ഇനീഷ്യൽ സ്റ്റേറ്റ്, ആരൊക്കെയാണ് കളിക്കുന്നത്, പ്ലേയേഴ്സ്, ഓരോരോ മൂവ്സ് ഉണ്ട്. അതാണ് നമ്മൾ മൂവ് എന്ന് പറയാം. എന്താ പറയാ, ആക്ഷൻസ്. ആ ആക്ഷനിലൂടെ അയാൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ചിലപ്പോൾ അയാൾ ടെർമിനൽ, തോറ്റോ വിജയിച്ചോ, ടെർമിനൽ എത്താൻ ഡെസ്റ്റിനേഷൻ എന്തായാലും എത്തിയോ, ഡെസ്റ്റിനേഷൻ എത്തിയില്ലയോ, ഇവിടെ റിസൾട്ട് ഒന്നിന് വിജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക. അതാണ് ആ കളി, അല്ലെങ്കിൽ ഡ്രോ. ഇനി ടെർമിനൽ ടെസ്റ്റ് എന്താ? പ്ലേയേഴ്സ് ചെക്ക് ചെയ്യണം, ഞാൻ ജയിച്ചോ. ഇപ്പൊ ഞാൻ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പറയില്ലേ, റിസൾട്ട് വന്നിട്ട് ഞാൻ പോയി നോക്കും, സൈറ്റ് പോയി നോക്കും, ഞാൻ വിജയിച്ചു. വേറെ ഒരാൾ വന്നിട്ട് സൈറ്റ് ചെക്ക് ചെയ്തു, അയ്യോ ഞാൻ തോറ്റു. അപ്പൊ ടെർമിനൽ ടെസ്റ്റ്. യൂട്ടിലിറ്റി നമുക്കറിയാം, വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ നിങ്ങള് K2 നിങ്ങൾക്ക് നല്ല പോയിന്റ്സ് വിജയിച്ചു കഴിഞ്ഞാൽ അവർ എസ് തരും. ഇനി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ A ഗ്രേഡ് ആയിരിക്കും തരാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോന്ന് അല്ലെ. 9 to 10 CGPA 9 to 10 ആണെങ്കിൽ എസ്, 8 to 9 ആണെങ്കിൽ A. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതൊക്കെ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. പക്ഷെ ഇത് കമ്പ്യൂട്ടറിന്റെ ഗെയിം ആയതുകൊണ്ട് നമ്മൾ ഗെയിമിന്റെ കേസിൽ പറയാം. മറ്റേ പ്രാക്ടിക്കൽ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറയാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഗെയിം ട്രീ ആക്കുന്നത്? ഈ പറഞ്ഞ പ്രകാരം ഈ ഗെയിം ട്രീ എങ്ങനെ വയ്ക്കാം? അപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ചെസ്സിന് കേസ് ഇവിടെ പറഞ്ഞില്ല. അപ്പൊ ചെസ്സിന് കേസില് ആദ്യം എപ്പോഴും മാക്സ് മൂവ്സ് ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം മാക്സ്, ആരായാലും എങ്ങനെയായാലും, ഇപ്പൊ ഞാനാണ് ഇപ്പൊ ടോസ് കിട്ടി, എനിക്കാണ് ടോസ് കിട്ടിയെങ്കിൽ ഞാനായിരിക്കും മാക്സ് കിട്ടുക. അവരാണ് ടോസ് കിട്ടിയും അവനായിരിക്കും മാക്സ്. ഇത്രേ ഉള്ളൂ. എപ്പോഴും മാക്സ് ആയിരിക്കും തുടങ്ങുക, റൂട്ടായിട്ട്. അത് നിങ്ങൾ ഇത്ര മനസ്സിലായി. എപ്പോഴും റൂട്ട് നോഡ് എന്തായിരിക്കും? മാക്സ് നോഡായിരിക്കും. അപ്പൊ റൂട്ട് നോഡിന്റെ, അതായത് മാക്സിന്റെ ലക്ഷ്യം എന്താ? മാക്സിമം വാല്യൂ ചൂസ് ചെയ്യും. മിന്നിന്റെ വാല്യൂ എന്താണ്? ഇയാളിനെ തോൽപ്പിക്കാൻ നോക്കുക, ഇയാളുടെ വാല്യൂനെ കുറയ്ക്കാൻ നോക്കുക. അപ്പൊ നോക്കൂ, ഇവിടെ മാക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആയിട്ടും മിന്നിനെ O ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ട്രീനെ, ഈ ട്രീ എങ്ങനെ വായിക്കും നോക്കുക. ഇത് ഇനീഷ്യൽ ട്രീ, ഇനീഷ്യൽ സ്റ്റേറ്റ് ഇങ്ങനെയായിരുന്നു, കള്ളിയൊന്നുമില്ല. ഞാൻ അതിന് ശേഷം ഉണ്ടായ റിസൾട്ട് ആണ്. ഞാൻ മാക്സ് കളിച്ചല്ലോ. അപ്പോൾ ഇപ്പൊ ഇതിൽ എത്ര? 3 3 3 6 1 9. അപ്പോൾ ഇവിടെ 9 എന്തായി? 1 2 3 4 5 6 7 8 9.
9 കോളത്തിലും എന്ത് ചെയ്യാം, എക്സ് ഞാൻ പ്ലേസ് ചെയ്യാം. ഞാൻ ഒന്നിലേക്ക് ഇവിടെ എക്സ് മാർക്ക് ചെയ്തു, പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഇത്, പിന്നെ തേർഡ്, ഫോർത്ത്, കണ്ട 1 ആദ്യത്തെ കോളം, പിന്നെ രണ്ടാമത്തെ കോളത്തില്, പിന്നെ മൂന്നാമത്തെ കോളത്തില്, പിന്നെ രണ്ടാമത്തെ റോയില് ഫസ്റ്റ്, രണ്ടാമത്തെ കോളത്തില് രണ്ടാമത്തെ റോ, രണ്ടാമത്തെ റോയില് മൂന്നാമത്തെ കോളം, അതുപോലെ ഇവിടെ മൂന്നാമത്തെ റോയിലേക്ക് ഫസ്റ്റ് കോളം, മൂന്നാമത്തെ റോയില് സെക്കൻഡ് കോളം, ഇവിടെ മൂന്നാമത്തെ റോയില് മൂന്നാമത്തെ കോളം. ഇനി അടുത്ത ടേൺ ആരുടെയാണ്? മിന്ന്. നമ്മളല്ലേ ചെസ് കളിക്കില്ലേ, ഇപ്പൊ എന്റെ മൂവ് ചെയ്തു, ഇനി അടുത്ത ടേൺ മിന്നാണ്. മിന്നെന്ത് ചെയ്യും? ഓ, ഇവൻ എങ്ങനെയും ജയിക്കാതിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഡയഗണൽ, നമ്മളിപ്പോ മറ്റേ നിങ്ങള് ചെറുപ്പത്തിലൊക്കെ കളിച്ചു, ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങള് കളിച്ചിട്ടുണ്ടാവും. നമ്മള് പെണ്ണിങ്ങനെ പോയിന്റ് ഒക്കെ ഇട്ടിട്ട് നമ്മള് ഇതാണ് ഇനിഷ്യൽ. അപ്പൊ ഞാൻ ആദ്യം ഒരു വര വരച്ചു. ഇവൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഓപ്പണന്റ് എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ചു. ഞാൻ ചിലപ്പോ ഇങ്ങനെ വച്ചു വിചാരിക്കാം. ഞാൻ ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഓപ്പോണന്റ് സുഖമായിട്ട് ജയിക്കാം. അപ്പൊ എന്ത് ചെയ്യും, അവൻ തോൽക്കും. അങ്ങനെ വരച്ചു, അവൻ ഓന്ന് എഴുതി. മനസ്സിലായോ? ഇനി അടുത്ത പ്രാവശ്യം അവൻ എന്നിട്ട് എഴുതിയിട്ട് അവൻ ഇങ്ങനെ മൂവ് ചെയ്യും, ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തു. ഇനി അവൻ സപ്പോസ് അതായത് ഒപ്പോണന്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, വീണ്ടും. ഇനി ഞാൻ ഇങ്ങനെ ചെയ്തു, അടുത്ത വർഷം ഇവൻ മൂവ് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, സുഖമായിട്ട് ഞാൻ എക്സ് എന്ന് എഴുതി. കാരണം അവൻ അറിയാതെ ഇങ്ങനെ മാർക്ക് ചെയ്തു, ചിലപ്പോൾ ഇവിടെ മാർക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സ് ഡയഗണലി വരാൻ പാടില്ല. ഒന്നിന് റോ വൈസ് ആയിട്ട് ആയിരിക്കും കോളം വൈസ് ആയിട്ട്. അത് എക്സ് റോ വൈസ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ വിജയിച്ചു. റോ വൈസ് ആയിട്ടെങ്കിൽ അവനായിരിക്കും വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മള് എക്സ് എഴുതി, അപ്പൊ അവൻ ഓവിടെ എഴുതി. ഇതിപ്പോ അതെ, ഇതിൽ എത്ര കോളം ഉണ്ട്? 1. അപ്പൊ ഡയഗണലൈറ്റ് വരാൻ പാടില്ല പറഞ്ഞു അല്ലെ. ഡയഗണലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡയഗണലൈറ്റ് നമുക്ക് എന്താ പറയാ, എക്സ് ഡയഗണലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആര് വിജയിക്കും? മാക്സ് വിജയിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവൻ വിജയിക്കും. ഇവിടെയും ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കോ? ഇല്ല. കേട്ടാ, ഇവിടെ ഇട്ടു, ചിലപ്പോ ഇവിടെയും ഇടാം, ഇവിടെയും ഇടാം, അങ്ങനെ എക്സെട്ര എത്ര വേണമെങ്കിലും ഇടാം. അതാണ് നമ്മുടെ എക്സെട്ര പറയുന്നത്. ഇനി അടുത്തതായിട്ട് ടേൺ ആണ് മാക്സിമിന്റെ ടേൺ ആണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ് ഇടും. കാരണം അയാളും വിജയിക്കാൻ പാടില്ലല്ലോ. ഇവിടെ അയാൾ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടാലും എനിക്കും കാര്യമില്ല. പക്ഷെ ഇവിടെ വരാൻ പാടില്ല. ഇവിടെ വന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അയാൾ സുഖമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ എക്സ് ഇടാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, എത്ര ടേൺ വേണം വരാം. അതാണ് പറയുന്നത്. വേണ്ട, എക്സ് ഇട്ടു, അയാൾ ഇവിടെ എക്സ് ഇട്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പിന്നെ മിൻ ടേൺ ആണ്, മിന്നിന്റെ ടേൺ ആയിരിക്കും, അല്ല മാക്സിമം ടേൺ ആയിരിക്കും. അയാൾ എന്ത് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഓരോന്ന്. അവസാനം ടെർമിനൽ എന്തായാലും നമുക്ക് വേണ്ട. ഇവിടെ നോക്കൂ, യൂട്ടിലിറ്റി. ഇതൊരു എക്സാമ്പിൾ ആട്ടോ, എങ്ങനെയാണ് ട്രീ വരയ്ക്കുന്നത് ഞാൻ അടുത്തൊരു സ്ലൈഡ് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. അപ്പോ ഇതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ
ഇവിടെ നോക്കൂ, ഈ ഗെയിം കണ്ട ടെർമിനലില് എന്താണ്, ഒന്നിനെങ്കിൽ അവനെ എക്സ് 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 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആര് വിജയിക്കും? മാക്സ് വിജയിക്കും. ഓ ഓ ഓ വന്നു കഴിഞ്ഞാൽ അവൻ വിജയിക്കും. അവൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് പോയിന്റ്സ് 0 കിട്ടും, അവന് 1 കിട്ടും. ഞാനാ വിജയിക്കണമെങ്കിൽ എനിക്ക് 1 കിട്ടും, അവന് 0 കിട്ടും. ഇവിടെ നോക്കൂ കേട്ടാ, ഇവിടെ -1 എന്ന് പറയാൻ കാരണം ഡ്രോ ആയതുകൊണ്ടല്ല, ഡ്രോ അല്ല, എന്താ, ഞാൻ തോറ്റു കണ്ട, -1 കണ്ട, ഓ നേരെ വന്നില്ലേ. അപ്പൊ ആരാ വിജയിച്ചത്? മിൻ കണ്ട, മിൻ ഇവിടെ ബ്രാക്കറ്റ് കണ്ട, ഓ, അതായത് മിന്നാണ് വിജയിച്ചത്. ഇനി ഇത് നോക്കൂ കടാ, ഇവിടെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? എക്സ് റോ വൈസും വന്നോ? ഇല്ല. റോ വൈസ് കോളം വൈസും വന്നോ? ഇല്ല. അതുപോലെ ഓ നോക്കൂ, രണ്ടോന് തൊട്ടടുത്ത് ഒരു എക്സ് ആണ്, അതൊരു 2x അടുത്ത് തൊട്ടടുത്ത് ഓ. എങ്ങനെയായാലും രണ്ടുപേരും വിജയിച്ചില്ല. അപ്പൊ എന്തായാലും ഇവിടെ ഡ്രോവിന് 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ തോറ്റുകൊണ്ട് എനിക്ക് -1, അവൻ വിജയിച്ചുകൊണ്ട് അവനാണ് വിജയിച്ചുകൊണ്ട് 1. ഇത് 1 എക്സ് എക്സ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും, ഇവിടെ നോക്കാം. ഇവിടെ ഇതാണ് കണ്ട യൂട്ടിലിറ്റി. -1 പറഞ്ഞാൽ അവൻ വിജയിച്ചു, ഇത് ആര് വിജയിച്ചില്ല, അപ്പൊ അതുകൊണ്ട് 0. ഇനി അവൻ വിജയിച്ചു, കാരണം ഇവിടെ എഴുതിയിട്ട് ഇവിടെ പോയിന്റ്സ് എഴുതാത്തോണ്ടാണ് ഇവിടെ എക്സ് എക്സ് വരാം. വേണ്ട, ഇവിടെ നമ്മള് ഇവിടെ ഞാൻ എക്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്ത്, അത് അവർ വിട്ടുപോയതാണ്. അപ്പൊ ഇത് ഞാൻ വിജയിച്ചു, അവൻ വിജയിച്ചു, അവൻ വിജയിച്ചു, സോറി, അവൻ ജയിച്ചു. അപ്പൊ എന്തായി? -1. അപ്പൊ അവൻ ജയിച്ചുകൊണ്ട് -1, അതായത് ഞാൻ തോറ്റു. ഞാൻ തോറ്റതുകൊണ്ടാണ്, എന്റെ ഗെയിമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വിജയിച്ചുകൊണ്ട് എനിക്ക് വന്നു. രണ്ടാളും വിജയിച്ചില്ല, അപ്പൊ എന്താ? അതാണ് ഇവിടെ പറയുന്നത്. ഹൈ വാല്യൂസ് അത്രേ ഉള്ളൂ, ഒന്നുമില്ല. നിങ്ങൾ ഇത്ര ആലോചിക്കരുത്. ഞാൻ ചോദിക്കാം, -1 ആണോ +1 ആണോ? +1 അല്ലേ. അപ്പൊ എനിക്ക് -1 കിട്ടി എന്താ അർത്ഥം? ഞാൻ തോറ്റില്ലേ? ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്ര ആലോചിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മാക്സിമം -1 ആണോ +1 ആണോ ഇത്? മാക്സിന്റെ കേസിൽ മാക്സിമം അല്ലേ 1, അതാണ് 1. അപ്പൊ ഞാൻ വിജയിച്ചു. അപ്പൊ എനിക്ക് -1 കിട്ടിയെന്ന് അർത്ഥം അവൻ വിജയിച്ചു. കാരണം എന്താ? -1 +1 ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? മിനിമം. അപ്പൊ ഇയാളെ മിനിമം വിജയിച്ചു. രണ്ടുപേരും വിജയിച്ചില്ല. ഇതിലിപ്പോ 0 ഈസ് മിനിമം ആണെന്ന് പറയാൻ പറ്റുമോ? രണ്ടുപേരും കൺസിഡർ ചെയ്യുമ്പോൾ ഇല്ല. അപ്പൊ അത് എന്താണ്? ഡ്രോ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മള് ഇനി അടുത്ത സെർച്ച് ട്രീ. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി സെർച്ച് സെർച്ച് ട്രീ. സെർച്ച് ട്രീ ഈസ് എ ട്രീ. അപ്പൊ ഇവിടെ നമ്മൾ സെർച്ച് ട്രീ എന്താ പറഞ്ഞാൽ, നമ്മളിപ്പോ ട്രീ വരച്ചു. ട്രീ വരച്ച ശേഷം സെർച്ച് ട്രീ കഴിഞ്ഞാൽ ഒരു ഗെയിം ട്രീ, നമ്മൾ ഗെയിം ട്രീ ആണല്ലോ വരച്ചത്. ഗെയിം ട്രീ നിന്നും സെർച്ച് ട്രീ കഴിഞ്ഞാൽ നമ്മൾ ബൈനറി സെർച്ച് ട്രീ, ബൈനറി ട്രീ പഠിച്ചില്ലേ? അതായത് നമ്മൾ ട്രീ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാ? അവിടെ സെർച്ച് ചെയ്യാൻ പോവാം. എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഒരു സ്ലൈഡ്, നിങ്ങൾ പ്രീവിയസ് സ്ലൈഡ് ഉണ്ടല്ലേ, അതാ ഇത് നോക്കൂ. 1 2 ഈ റൂട്ട് നോട് തന്നെ 9 ചൈൽഡ് ഉണ്ട്. വീണ്ടും ഇതിൽ തന്നെ ഈ ഒരൊറ്റതിൽ തന്നെ എത്ര നോക്കൂ, എക്സെട്രാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നോക്കൂ, ഇതിലും അത് കാണിച്ചു തന്നിട്ടില്ല. ഈ ഗെയിം ട്രീ ഫുള്ളും വരയ്ക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, അല്ലെങ്കിൽ അത്രയും പേജ് വേണം. അപ്പൊ ഇതിനും ഓരോന്നും എന്താ ചെയ്യാ, ടൂറിസ്റ്റ് വരില്ലേ? നോക്കൂ, ഇത് ലെവൽ 0. ഓക്കെ, ഇത് ലെവൽ 1. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ നോഡിന് ആ റൂട്ടിന് ഒരു നോഡ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ 5-6 ചൈൽഡ് ഉണ്ടെങ്കിൽ 2⁵5 അല്ലേ. അപ്പൊ നമുക്ക് ബൈനറി സെർച്ച് ട്രീ നിങ്ങൾക്ക് അറിയല്ലോ. ഇപ്പോ 2 ലെവൽ 1 2:1, അപ്പൊ 2 നോഡ്. അപ്പൊ മൊത്തത്തില് 2n-1 മതി.
2 സ്ക്വയർ 4 മൈനസ് 1 3. അപ്പോൾ റൂട്ടും അതിന്റെ 2 ചൈൽഡും അപ്പോൾ 3 ആയി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ആ ഫോർമുലയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷെ ഇത് ഗെയിം ബൈനറി അല്ല, ഓരോന്ന് ചൈൽഡ്. അതിൽ നിന്നും നോക്കൂ, എല്ലാ നോഡിനെയും നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം. ഇതിൽ ആരൊക്കെ വിജയിക്കുക അല്ലെ? ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞില്ലേ, ടെർമിനൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അവസാനം ഇങ്ങനെ ഒരു സ്റ്റേജ് വരണമെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്യും? ഇയാൾ എക്സാം ചെയ്യണം. എത്ര നേരം കളിക്കണോ അത്രയും നേരം കളിച്ച് എക്സ് എവിടെ കൊണ്ടിടണോ എവിടെ കൊണ്ടിടണോ, അവസാനം ഇങ്ങനെ ഒരു സംഭവം വരും. ഇതില് ഇപ്പൊ ഇതിലൊരു 10, ഇതിലിപ്പോ 3 വരച്ചിട്ടുള്ളൂ, 10 എണ്ണം ഉണ്ട്. ഈ 10 എണ്ണത്തില് എനിക്ക് 1 കിട്ടി, 6 1 കിട്ടി, അവന് 4 -1 കിട്ടി കഴിഞ്ഞാൽ ഇതില് മെജോറിറ്റി ആരാണ്? ഞാൻ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ? നമ്മൾ പറയില്ലേ മറ്റേ 50 ആണോ 51 വെച്ച് കഴിഞ്ഞാൽ 51 ആണോ മാക്സിമം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ സെർച്ച് ചെയ്യാൻ എല്ലാ നോഡും കൺസിഡർ ചെയ്തും എന്നിട്ടേ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത മൂവ് ഞാൻ ചെയ്യും. ഞാൻ ഉദാഹരണത്തിന് പറയാം, ഒപ്പോണന്റ് ഇപ്പൊ എന്റെ മൂവ് കഴിഞ്ഞു, ഇനി ഒപ്പോണന്റിന്റെ മൂവിനനുസരിച്ചിട്ട് വേണം എന്റെ മൂവ് അടുത്ത് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മള് മനസ്സിലായോ, ഗെയിം ട്രീ വരച്ചു, അതായത് പോസിബിൾ മൂവ്സ് ഒക്കെ നമ്മൾ വരച്ചു. ഇനി സെർച്ച് ട്രീ കഴിഞ്ഞാൽ ആരാണ് ഇത് വിജയിച്ചത്. നമ്മളിപ്പോ ഞാൻ മൂവ് ചെയ്തു, ഇനി ഒപ്പോണന്റ് വിചാരിക്കണം ഏത് മൂവ്, അവന്റെ ഒപ്പോണന്റ് മൂവ് എടുക്കണമെങ്കിൽ ഞാൻ ഏത് മൂവാണ് എടുത്തത് അവൻ അറിഞ്ഞിരിക്കണം. എന്നാലേ അവനനുസരിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഒരു മനസ്സിൽ പ്ലാൻ ചെയ്യും, ഞാൻ ആദ്യം തന്നെ മന്ദിരം ഇറക്കണം എന്നിപ്പോ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ, പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഞാനിപ്പോ എന്റെ മൂവിനനുസരിച്ച് വേണം മിന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ. പിടികിട്ടിയ പ്ലെയർ, ബാറ്റ്സ്മാൻ 4 അടിക്കണോ 6 അടിക്കണോ ആണെങ്കിൽ അവൻ ബൗളർ എന്ത് ബോളാണ് അറിയുന്നത്, ഷോർട്ട് പിച്ച് ബോളാണ് അറിയുന്നത്, അല്ലാതെ യോർക്കറാണ് അറിയുന്നത്, ഇതൊന്നും നമുക്കിപ്പോ ആദ്യം പറയാൻ പറ്റില്ല. അതാണ് എന്ത് ഈ സെർച്ച് ട്രീ. ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒപ്റ്റിമൽ ഡിസിഷൻ ഇൻ ഗെയിംസ്. ഇനി ഇതിന് ഒപ്റ്റിമൽ ഡിസിഷൻ ഇൻ ഗെയിംസ്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കാര്യം ചെയ്യാം, ഇത് ഞാൻ അടുത്ത ഇത് കാരണം എന്താ പറയാ, കുറച്ച് സമയമായി കഴിഞ്ഞു. അപ്പൊ അടുത്ത സെഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്, ജാഗേഷ് സാർ.